ആക്ച്വലി ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് 25 വയസ്സ് പൂർത്തിയാവാണ്. സോ ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. അപ്പോൾ നിങ്ങൾ ഈ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമല്ല, ഇന്ന് ഡെലിവറി ചെയ്തുകൊണ്ടാണ്. അപ്പോൾ 25 വർഷം എന്നെ നോക്കി, എന്നെ വളർത്തി, എന്നെ ഇത്രയും വലിയൊരു നിലയ്ക്കെത്തിച്ച എൻ്റെ വാപ്പച്ചി, എൻ്റെ ഡാഡ്, മൈ ഫാദർ, പുള്ളിക്ക് ഞാനൊരു സമ്മാനം കൊടുക്കാൻ പോകണം. നിങ്ങൾ ഈ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു ഓഫീസ് ചെയർ, ഗെയിമിംഗ് ചെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് എ മൾട്ടി പർപ്പസ് യൂസിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ചെയർ. അപ്പോൾ പുള്ളി ഇങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ചെയർ എടുക്കണം എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ നോക്കും, പിന്നെ വേണ്ടെന്ന് വയ്ക്കും, നോക്കും, വേണ്ടെന്ന് വയ്ക്കും. പുള്ളി കുറേ ചിന്തിച്ചിട്ടൊക്കെ എടുക്കും. പിന്നെ ഞാൻ ഒറ്റ ബുദ്ധിയാണ്, ഞാൻ പണ്ടേ എങ്ങനെയാണ്, എനിക്ക് തോന്നും ഇഷ്ടപ്പെട്ട് ഞാൻ എടുക്കും, പിന്നെ ഞാൻ കൂടുതൽ അന്വേഷിച്ചില്ല. അപ്പോൾ അതെ, നിങ്ങൾ ഈ കാണുന്ന സാധനം ആസ്ട്രോയിഡ് എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ കസേരയാണ് വന്നിട്ടുള്ളത്. ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് എൻ ഓഫീസ് ചെയർ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്ത് വാപ്പച്ചി ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇത്, അല്ലെങ്കിൽ ഒരു വ്ളോഗായിരിക്കും ഇത്. എത്രത്തോളം ശരിയാവുമെന്ന് എനിക്ക് അറിയില്ല. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ സുബാൻ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുബാൻസ് ആൻഡ്. നമുക്കിത് അൺബോക്സ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വാപ്പച്ചി കൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാവുമെന്ന് നമുക്ക് കാണാം. സോ ഗൈസ്, നമ്മൾ ഇതായിരിക്കും അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഒന്ന് ചപ്പിച്ചളങ്ങിയൊക്കെയാണ് വന്നത്. നമുക്ക് സൈഡ് നോക്കിയൊക്കെ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ഡാമേജ്ഡ് ആണോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ആ ഒരു ടെൻഷൻ എനിക്ക് ഞാൻ ഇപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടേ. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് കൂടുതൽ സംസാരിച്ച സമയം കളയണ്ട, നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം ഗൈസ്. അങ്ങനെ ഗൈസ്, ഒരു കസേര ഫിറ്റ് ചെയ്തതിൻ്റെ വിയർപ്പാണിത്. കുറേ ഞാൻ സെറ്റ് ചെയ്തിട്ടാണ് ഈ നമ്മുടെ കറങ്ങുന്ന കസേര നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ എനിക്കിനി മാത്യൂസ് കേക്ക് വരെ പോകണ്ട. ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് മുറിക്കണം. അപ്പോൾ എനിക്കൊരാൾ എന്താ പറയുക, നമുക്ക് മാത്യൂസ് കേക്കിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് പോയി മേടിക്കണം, അത് മുറിക്കണം, എന്നിട്ട് വാപ്പച്ചി ചെയ്ത് കൊടുക്കണം. സോ ഇനി നമുക്ക് നേരെ മാത്യൂസ് കേക്കിൽ പോയി അവിടെ നിന്ന് കേക്ക് മേടിച്ച് തിരിച്ച് വരാം ഗൈസ്. ഓക്കേ, ബ്ലുപ്പ്. അങ്ങനെ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം മാത്യൂസ് കേക്കിൽ നിന്ന് കേക്ക് മേടിച്ചിട്ട് ഇതാണ് ഗൈസ് നമ്മുടെ കേക്ക്. അങ്ങനെ കേക്കൊക്കെ മേടിച്ച് കഴിഞ്ഞു. ഇനി എനിക്ക് നേരെ വീട്ടിൽ പോകണം. സോ വീടെത്തിയിട്ട് ബാക്കി വ്ളോഗ് ചെയ്യാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് വാപ്പച്ചി ഇനി സർപ്രൈസിനുണ്ട്, കേക്ക് മുറിക്കാനുണ്ട്. സോ ലോട്ട്സ് ഓഫ് പണി. പിന്നെ നേരെ വീടെത്തട്ടെ ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം വാപ്പച്ചി വന്നു. ലേറ്റായി പുള്ളി കുറച്ച്. വാപ്പച്ചി വന്നിട്ട് നമ്മൾ നേരെ ഈ ഡോറ് തുറന്നിട്ട് ഞാൻ ലൈക്ക് നമ്മുടെ ഈ ചെയർ കൊണ്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ, ആദ്യം പുള്ളി മുകളിൽ കയറി വരട്ടെ, നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. സോ ഗൈസ്, വാപ്പച്ചി മുകളിൽ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഡോർ തുറന്ന് കാണിച്ചു കൊടുക്കാം. വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഗൈസ്? ഇനി ഞാൻ സെറ്റിങ്സ് പറഞ്ഞു എടുത്തിട്ട് വരാം. ഗൈസ് കഴിഞ്ഞു. വാപ്പച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിൽ. ലൈക്ക് പുള്ളി കുറേ നാളായിട്ട് ഇതിങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ആദ്യം നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പുള്ളിക്കാർ വിചാരിച്ച് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നതെന്ന്. വാപ്പച്ചിക്ക് പൊതുവേ ഈ വ്ളോഗും അങ്ങനത്തെ വലിയ പരിപാടികളൊന്നും അധികം ഇഷ്ടമല്ലാത്ത കൂട്ടത്തിലാണ്. അപ്പോൾ അത് മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ കസേര ശ്രദ്ധിച്ചില്ല. ഈവൻ തോ കസേര ഏറ്റവും വലിയൊരു സാധനം ഉരുട്ടിക്കൊണ്ട് പോകുമ്പോഴും വാപ്പച്ചി കണ്ടത് എന്നെ ആയിരുന്നില്ല. ഐ മീൻ എന്നെ മാത്രമേ, ഞാനും എൻ്റെ ഈ വ്ളോഗിങ് സ്റ്റിക്കും മാത്രമേ കണ്ടുള്ളൂ. കസേര ഫ്രണ്ടിലുള്ളത് കണ്ടില്ല, ഉരുട്ടിപ്പോയത്. അപ്പോൾ ഐ ഗെസ് ഈസ് ഹാപ്പി. ഇനി നമുക്കൊരു കേക്ക് മുറിക്കാനുണ്ട്. കേക്ക് മുറിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇനി കേക്ക് മുറിക്കാൻ പോയാലോ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ കേക്ക്. ഞാൻ കേക്ക് മൊത്തം പൊളിച്ചെടുക്കട്ടെ ഗൈസ്. വാപ്പച്ചി പൊളിച്ചോ, ആരാന്ന് വെച്ചാൽ പൊളിച്ചോ. ഗൈസ്, ഇത് മാത്യൂസ് കേക്കാണ്. ഞാൻ നേരത്തെ നമ്മൾ മേടിക്കാൻ പോയല്ലോ, ആ മാത്യൂസ് കേക്കാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. കേട്ടോ,
ഹാപ്പി ബർത്ത്ഡേ സുബുഹാൻ വിച്ച് ഇസ് മീ. അപ്പോൾ നമുക്കിനി കേക്ക് മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി നമുക്ക് ഈ വ്ലോഗ് അവസാനിപ്പിക്കാം ഗൈസ്. ആര് മുറിക്കുന്നു? ആവശ്യം മുറിക്കണം. നമുക്ക് ഒരുമിച്ച് മുറിക്കാം. വാ. ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഇങ്ങനെയാണോ മുറിക്കുന്നത്? ഹാപ്പി ബർത്ത്ഡേ. ഇത് ഇങ്ങനെയൊക്കെ മുറിച്ച് ഞാൻ ആദ്യത്തെ പൈസ ഞാൻ വെച്ചുതരും. എനിക്കാണ് വെച്ച് തരേണ്ടത് നിങ്ങൾ. പക്ഷെ ഇവിടെ അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല ഗൈസ്. ഞാൻ തരാം, ഞാൻ തരാം. അമ്മ നല്ല കേൾക്കാണ് ഗൈസ്. ബാബുജി വെച്ചോളാൻ സമ്മതിച്ചില്ല. അതങ്ങനെ ഒരു എന്നാ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു ഗൈസ്. ദിസ് ഇസ് മൈ ഫേവറേറ്റ് കേക്ക്. മാത്യൂസ് നമ്മൾ നേരത്തെ മേടിച്ചത്. ഇപ്പോഴും അതേ ടേസ്റ്റാണ്. കുറേ കൊല്ലമായി അവർ ഇതേ കേക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ AC റൂമിനകത്ത് കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ചൂടൽ ചത്തോ. സോ ഗൈസ്, അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു ബർത്ത്ഡേ വ്ളോഗും അതുപോലെ നമ്മൾ കേക്ക് മുറിക്കുന്നതും ബർത്ത്ഡേയും സർപ്രൈസും എല്ലാം ഉണ്ടായിരുന്നു. സോ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിരിക്കും. സ്റ്റേ ട്യൂൺ. Until then, it's bye bye from Subhant. Bloop.